ജൂൺ 22 വിശുദ്ധ തോമസ് മൂർ. കത്തോലിക്ക സഭയുടെ ശരിയായ ചില നയങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി വളരെ ഉന്നതമായിട്ടുള്ള ഉദ്യോഗവും സ്വന്തം ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ധീരനായിട്ടുള്ളൊരു രക്തസാക്ഷിയാണ്. മാതൃകാപരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. അദ്ദേഹം ജനിക്കാനിടവന്നത് ലണ്ടൻ മഹാനഗരത്തിൽ 1477 സാമാന്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലായിരുന്നു. ബാല്യകാലത്ത് അദ്ദേഹത്തിന് അക്കാലത്ത് ലണ്ടനിൽ ലഭ്യമായിരുന്ന എല്ലാ ഉന്നത വിദ്യാഭ്യാസങ്ങളും നല്ല നിലയിൽ തന്നെ ലഭിക്കാനിടവന്നു. അതിന്റെ മകുടം എന്ന രീതിയിൽ വിശ്വപ്രസിദ്ധമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ 2 വർഷത്തോളം അദ്ദേഹം അഭിഭാഷക വൃത്തിക്കായിട്ട് പഠനവും പരിശീലനവുമായി കഴിഞ്ഞു. അതിനുശേഷം നാട്ടിൽ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ട തോമസ് മൂറിന്റെ കഴിവും പ്രാഗൽഭ്യവും മനസ്സിലാക്കിക്കൊണ്ട് അക്കാലത്തെ രാജാവായിരുന്ന ഹെൻറി 8 തോമസ് മൂറിനെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും രാജാവിന്റെ വളരെ പ്രാധാന്യമേറിയ നയരൂപീകരണ കൗൺസിലിന്റെ മേലധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അവരോധിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നാളുകൾ വലിയ അല്ലലും അലട്ടലുമില്ലാതെ ജോലിയും മറ്റു കാര്യങ്ങളുമായി തോമസ് മൂർ അങ്ങ് നീങ്ങി. അതിനിടയിൽ രാജാവിന്റെ ഭാര്യ കാതറിൻ ആയിരുന്നു. ഖാദറിനെ കൂടാതെ ആനിബാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് രാജാവ് പ്രണയത്തിലായി. അതിന്റെ അന്ത്യം ഖാദറിനോട് കൂടെ ആനിബാളിനെ വിവാഹം കഴിക്കാനും രാജാവ് തീരുമാനിച്ചു. ഇത് കത്തോലിക്ക സഭയുടെ നയങ്ങൾക്ക് എതിരായിരുന്നു. ബഹുഭാര്യത്വം സഭയിൽ അംഗീകൃതമല്ല. തോമസ് മൂറിന്റെ പ്രത്യേകമായ ശുപാർശയും അംഗീകാരവും കയ്യൊപ്പും അതിനാവശ്യമുണ്ട് ഇങ്ങനൊരു തീരുമാനം രാജാവ് നടപ്പിലാക്കാൻ. രാജാവിന്റെ ഈ തീരുമാനത്തിനോട് തോമസ് മൂർ നിഷേധാത്മകമായിട്ടുള്ളൊരു കുറിപ്പാണ് നൽകിയത്. അത് രാജാവിനെ സ്വാഭാവികമായിട്ട് ക്രോധം ജനിപ്പിക്കാനിടവന്നു. രാജാവ് അതോടുകൂടി തന്നെ സഭയ്ക്കെതിരായിട്ട് നീങ്ങാൻ തുടങ്ങി. രാജാവ് പ്രഖ്യാപിച്ചു, ഇംഗ്ലണ്ടിന്റെ രാജാവാണ് ഇംഗ്ലണ്ടിന്റെ സഭയുടെ പരമാധികാരി. മാർപ്പാപ്പ എന്ന് പറയുന്ന മറ്റൊരു അധികാരിയെ ഞാൻ അംഗീകരിക്കുകയില്ല. ഈ തീരുമാനം തോമസ് മൂറിന് ഒരിക്കലും സ്വീകാര്യമായില്ല. അദ്ദേഹം 1532 ജോലി രാജിവെക്കുകയാണ്. ജോലി രാജിവെച്ച് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. എങ്കിൽ രാജാവിന്റെ സമ്മർദ്ദം ഏറി വന്നു. ആ അവസരത്തിൽ രാജാവ് പറഞ്ഞു, തോമസ് മൂർ ഈ ഒരു വിളംബരത്തിൽ ഒപ്പുവെക്കാൻ തയ്യാറായാൽ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും ജോലി കയറ്റം നൽകുന്നതിനും തയ്യാറാണ് എന്ന് തോമസ് മൂറിനെ അറിയിക്കുന്നു. ഒരു തരത്തിലും കത്തോലിക്ക സഭയുടെ ശരിയായിട്ടുള്ള നയങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ തോമസ് മൂർ സന്നദ്ധനായില്ല. ജോലിയില്ലാതെ വീട്ടിൽ കഴിയുന്ന സമയത്ത് 4 കുട്ടികളുടെ പിതാവായ തോമസ് മൂറിന് സാമാന്യം ജീവിതം തന്നെ ദുഷ്കരമായിട്ട് തീർന്നു. ആ അവസരത്തിൽ ഭാര്യയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടും തന്റെ ഭർത്താവിനെ തന്റെ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തോമസ് മൂർ അത് നിഷേധിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിൽ രാജാവ് തോമസ് മൂറിനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിക്കുന്നു. അങ്ങനെ 15 മാസത്തോളം അദ്ദേഹം കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടു. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും തോമസ് മൂറിനെ നേരിടേണ്ടി വന്നു. ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും തോമസ് മൂർ വിധേയനായില്ല. അവസാനം കുടുംബാംഗങ്ങളുടെയും സ്വന്തം ഭാര്യയുടെയും പ്രേരണയാൽ തന്റെ മക്കളിൽ മൂത്തവളായിട്ടുള്ള മേരി ഒരു ദിവസം ജയിലിൽ കിടക്കുന്ന അപ്പച്ചനെ വന്ന് കണ്ട്, അപ്പച്ച, തീർച്ചയായിട്ടും അപ്പച്ചനെടുക്കുന്ന നിലപാടിൽ നിന്ന് അപ്പച്ചൻ നീങ്ങണം, പിന്മാറണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതവും എന്താകും, ആര് ഞങ്ങളെ സംരക്ഷിക്കും എന്ന രീതിയിൽ കരഞ്ഞ് മകൾ അപേക്ഷിക്കുന്നു. ഭാര്യയെയും മക്കളെയും സ്വാതന്ത്ര്യപ്പെടുത്തിക്കൊണ്ട് തോമസ് മൂർ പറയുകയാണ്, രാജാവിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾക്ക് ഞാൻ കൂട്ടുനിന്നാൽ
എത്ര നാള് രാജാവ് എന്നെ സംരക്ഷിക്കാനുണ്ടാകും? തൽക്കാലത്തേക്കുള്ള ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നിത്യമായിട്ടുള്ള ജീവിതം ഞാൻ നശിപ്പിക്കണോ? എൻ്റെ മനസാക്ഷിയുടെ സ്വരമനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടവനല്ലേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഇത്രയും ഉറച്ച നിലപാട് തോമസ് മൂർ എടുത്തപ്പോൾ ശിരച്ഛേദനത്തിനു വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നു. സന്തോഷത്തോടുകൂടെ ആ കൽപ്പന ഏറ്റുവാങ്ങിക്കൊണ്ട് ആരാച്ചാര്യന്റെ കൂട്ടോടുകൂടെ വധ സ്ഥലത്തേക്ക് തോമസ് മൂർ ആനയിക്കപ്പെടുന്നു. അവിടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന വേളയിൽ തോമസ് മൂർ വളരെ സരസമായ രീതിയിൽ, എത്രയോ ലാഘവ ബുദ്ധിയോടുകൂടെ എന്ന് പറയാം, ചില തമാശകൾ പോലും പറയാൻ തോമസ് മൂറിന്റെ വ്യക്തിത്വം തോമസ് മൂറിനെ ശക്തി നൽകി എന്നുള്ളതാണ് സത്യം. തോമസ് മൂർ മഴുവ കയ്യിലേന്തി കഴുത്ത് വെട്ടാൻ നിൽക്കുന്ന ആരാച്ചാര്യരോട് പറയുകയാണ്, എന്റെ താടിമീശ രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് താടിമീശ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, താടി മീശ നശിപ്പിക്കേണ്ടതില്ല, നിങ്ങൾക്ക് കഴുത്ത് വെട്ടാം. അതിനെ ഒരുക്കമായിട്ട് തോമസ് മൂർ ആരാച്ചാര്യനോട് പറയുന്നു, എന്നെ മുകളിലേക്കൊന്ന് കയറാൻ ഒന്ന് സഹായിച്ചാൽ കൊള്ളാം, താഴത്തേക്ക് ഞാൻ തന്നെ വന്നോളാം. അങ്ങനെ മരണസമയത്ത് പോലും നർമ്മരസത്തോടു കൂടി സംസാരിക്കാൻ സാധിച്ച തോമസ് മൂറിന്റെ വിശ്വാസദാർഢ്യം വരുന്ന തലമുറയ്ക്ക് പോലും ആവേശം പകരുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മുടേതായിട്ടുള്ള വിശ്വാസത്തിന്റെ ദാർഢ്യത്തെപ്പറ്റി, വിശ്വാസത്തിന്റെ തനിമയെപ്പറ്റി ചിന്തിക്കുന്നതിനുള്ള ഒരു ദിവസമായിട്ടെങ്കിലും ഇതിനെ നമുക്ക് കരുതാം. 1534 ആണ്ടിൽ ജൂൺ മാസം 6-ാം തീയതിയായിരുന്നു 57-ാം വയസ്സിൽ വിശുദ്ധ തോമസ് മൂർ ശിരച്ഛേദനം ചെയ്യപ്പെട്ടത്. 57 വയസ്സേ അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ എന്ന് വരികിലും നൂറ്റാണ്ടുകൾക്ക് സന്ദേശം പകർന്നു കൊടുക്കാനിടവന്ന ആ ജീവിതം അങ്ങനെ നമുക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്.